ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്യൂട്ടിയിലെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള റിഗ്രഷൻ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോറിലേഷൻ എന്താണെന്ന് പഠിച്ചു. എന്താണ് രണ്ട് വാരിയബിൾസ് തമ്മിൽ എത്രത്തോളം റിലേറ്റഡ് ആണെന്ന് നോക്കുന്നതിനെയാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കോറിലേഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് നമ്മൾ പഠിച്ചു. കാൽ-പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, ദെൻ സ്പിയേഴ്സ്മാൻ റാങ്ക് കോറിലേഷൻ, കൺകറൻറ്റ് ഡീവിയേഷൻ മെത്തേഡ്. ഈ മെത്തേഡ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കോറിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം കോറിലേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് വാരിയബിൾസ് ഉണ്ടെങ്കിൽ അത് രണ്ടും എന്താണ്, നോൺ വാരിയബിൾസ് ആണ്, നമുക്കറിയാവുന്ന വാരിയബിൾസ് ആണ് കോറിലേഷൻ്റെ വാരിയബിൾസ് എന്ന് പറയുന്നത്. പക്ഷേ റിഗ്രഷനിൽ നമ്മൾ നോക്കുന്നത് വേറൊരു തരത്തിലാണ്. അപ്പോൾ റിഗ്രഷൻ എന്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. ഓക്കെ, റിഗ്രഷൻ അനാലിസിസ്. Regression analysis is the general sense means the estimation or the prediction of the unknown value of one variable from the known value of other variable. The regression നമ്മൾ ജനറൽ സെൻസിൽ പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്ന ഒരു വാല്യൂവിൽ നിന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് അറിയാത്ത ഒരു വാല്യൂവിനെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതിനെ എസ്റ്റിമേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. സോ estimation or the prediction of the unknown value of one variable from the known value of the other variable. മറ്റൊരു വാരിയബിൾ, അതായത് അറിയാവുന്ന ഒരു വാരിയബിൾ നിന്നിട്ടും അറിയാത്തതിൻ്റെ വാല്യൂ എന്ത് ചെയ്യുക, പ്രെഡിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. It is a statistical device used to study the relationship between two or more variables that are related. ഇതെന്താണ്, ഇറ്റ്സ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ്. ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ആണിത്. അത് എന്താണ് സ്റ്റഡി ചെയ്യുന്നത്, രണ്ടോ അതിൽ കൂടുതലോ വാരിയബിൾസ് എത്രത്തോളം റിലേറ്റഡ് ആണ്, അതിൻ്റെ റിലേഷൻഷിപ്പ് എത്രയാണ് എന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, അൺനോൺ വാല്യൂസിൽ നിന്നും എന്ത് ചെയ്യുക, നോൺ വാല്യൂസിൽ നിന്നും അൺനോൺ വാല്യൂസിന് എന്ത് ചെയ്യുകയാണ്, എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ പോലെ റിഗ്രഷൻ എന്താണെന്ന് നോക്കുന്നതാണ്. ബ്ലെയറിൻ്റെ ഡെഫിനിഷനാണ് തന്നിരിക്കുന്നത്. Regression analysis is a mathematical measure of average relationship between two or more variables in terms of the original units of the data. അതായത് ഒറിജിനൽ, നമുക്ക് അറിയാവുന്ന ഡാറ്റയിൽ നിന്നും, അതാണ് ഒറിജിനൽ യൂണിറ്റ്സ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുകയാണ്, മറ്റുള്ള വാരിയബിൾസ് എത്രത്തോളം റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ രണ്ടോ അതിൽ കൂടുതലോ വാരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ്, ആവറേജ് റിലേഷൻഷിപ്പ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ മെഷർമെൻ്റ് ആണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ദെൻ നമ്മൾ റിഗ്രഷൻ്റെ ടൈപ്സിലേക്കാണ് പോകുന്നത്. ടൈപ്സ് ഓഫ് റിഗ്രഷൻ, 3 തരത്തിലാണ് നമ്മൾ റിഗ്രഷനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ, ദെൻ ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷൻ, ദെൻ ടോട്ടൽ ആൻഡ് പാർഷ്യൽ റിഗ്രഷൻ. ഇങ്ങനെ 3 തരത്തിൽ റിഗ്രഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഓരോന്നും എന്താണെന്ന് നോക്കുകയാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്താണെന്നാണ്. ഓക്കെ, സിമ്പിൾ റിഗ്രഷൻ എന്താണെന്നാണ് ആദ്യം പറയാൻ പോകുന്നത്. സിമ്പിൾ റിഗ്രഷൻ അനാലിസിസ് ഇസ് ദ റെസ്ട്രിക്റ്റഡ് ടു 2 variables only, of which one is independent and other is dependent. അതായത് സിമ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത് പേര് പോലെ തന്നെ 2 വാരിയബിൾസിനെ മാത്രമേ ഇത് കൺസിഡർ ചെയ്യുള്ളൂ. 2 വാരിയബിൾസിൽ കൂടുതൽ എന്ത് ചെയ്യില്ല, പറ്റില്ല. അതായത് 2 വാരിയബിൾസിൽ അത് റെസ്ട്രിക്റ്റഡ് ആണ്. അതിനെ അനലൈസ് ചെയ്യുന്നതാണ് നമ്മൾ സിമ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 2 വാരിയബിൾസ് ഉണ്ട്. ഇവിടെ ഒരു എക്സ് എന്ന് പറഞ്ഞ വാരിയബിൾ ഉണ്ട്, ഈ ഒരു വൈ എന്ന് പറഞ്ഞ വാരിയബിളിനെ മാത്രമേ സിമ്പിൾ റിഗ്രഷനിൽ നോക്കുള്ളൂ. അപ്പോൾ ഇതിൽ ഒരു വാരിയബിൾ എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വാരിയബിൾ ആയിരിക്കും. ഇപ്പോൾ വൈ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ മറ്റേ എക്സ് എന്ന് പറയുന്നത് ഡിപെൻഡൻറ്റ് വാരിയബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 തരത്തിലുള്ള വാരിയബിൾസ് ആണ് ഉണ്ടാവുക. ഇൻഡിപെൻഡൻറ്റ് വാരിയബിളും അതേപോലെ ഡിപെൻഡൻറ്റ് വാരിയബിളുമാണ് സിമ്പിൾ റിഗ്രഷനിൽ ഉണ്ടാവുക. ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണ്, സിമ്പിൾ റിഗ്രഷൻ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ
നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യാണ്, പ്രെഡിക്റ്റ് ചെയ്യും. അത് ഒറ്റ വാരിയബിൾസിൻ്റെ ബേസിൽ, അതായത് പ്രൈസ് എന്ന് പറഞ്ഞ ഒരു വാരിയബിളിൻ്റെ ബേസിൽ നമ്മൾ എന്താണ് ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്താണ്, സിമ്പിൾ റിഗ്രഷനാണ്. ഓക്കെ, അതാണ് എക്സാമ്പിളായിട്ട് തന്നിട്ടുള്ളത്. ദ ഡിമാൻഡ് ഫോർ പ്രൊഡക്റ്റ് ഇസ് പ്രെഡിക്റ്റഡ് ഫോർ നെക്സ്റ്റ് ഇയർ, അതായത് അടുത്ത വർഷത്തെ ആ പ്രൊഡക്റ്റിൻ്റെ എന്ത് ചെയ്യാണ്, ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാണ്. അത് എന്തിൻ്റെ ബേസിൽ, ബേസ് ഓഫ് ഇറ്റ്സ് പ്രൈസ്, പ്രൈസിൻ്റെ ബേസിൽ മാത്രം എന്ത് ചെയ്യാണ്, അവിടെ എന്ത് ചെയ്യാണ്, പ്രഡിക്ഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ്, പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിപെൻഡൻറ്റ് വാരിയബിളും ഡിപ്പെൻഡൻ്റ് എന്ന് പറയുന്നത് ഡിമാൻഡ് ആയിരിക്കും. അതായത് പ്രൈസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും എന്തുണ്ടാവുക, ഡിമാൻഡ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അവിടെ ഡിമാൻഡും പ്രൈസും മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ സിമ്പിൾ റിഗ്രഷൻ. ദെൻ നെക്സ്റ്റ് ഇസ് മൾട്ടിപ്പിൾ റിഗ്രഷൻ ആണ്. അപ്പം മൾട്ടിപ്പിൾ റിഗ്രഷൻ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണെന്ത്, മൾട്ടിപ്പിൾ റിഗ്രഷൻ. മൾട്ടിപ്പിൾ റിഗ്രഷൻ എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് ഓർ പ്രെഡിക്റ്റഡ് വാരിയബിൾസ് ആൻഡ് വൺ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ. ഒരു ഡിപ്പെൻഡൻറ്റ് വാരിയബിളും ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസും എന്തിലുണ്ടാവും, മൾട്ടിപ്പിൾ റിഗ്രഷനിൽ ഉണ്ടാവും. അതായത് ഇവിടെ എന്താണ്, രണ്ട് വാരിയബിൾസിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല, എന്താണ്, 2 or more വാരിയബിൾസ് ഉണ്ടാവും മൾട്ടിപ്പിൾ റിഗ്രഷനിൽ. പക്ഷേ എങ്ങനെയാണ് ഉണ്ടാവുക, ഒരു ഡിപ്പെൻഡൻറ്റ് വാരിയബിളും ഒറ്റ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ ആയിരിക്കും ഉണ്ടാവുക, പക്ഷേ കൂടുതൽ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് നമുക്ക് ഡിമാൻഡിനെ തന്നെ പറയാം. അപ്പോൾ ഡിമാൻഡ് നമ്മൾ സിമ്പിൾ റിഗ്രഷൻ്റെ കേസിൽ ഒരു പ്രൈസിനെ വെച്ചുകൊണ്ട് മാത്രം ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്തു. പക്ഷേ നമ്മൾ അതിൻ്റെ അത് മാത്രമല്ല ഡിമാൻഡ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, അല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താണ്, ഡിമാൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ് പ്രെഡിക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് പ്രൈസ്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, പിന്നെന്താണ്, ടേസ്റ്റ്, പ്രിഫറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ അടുത്ത വർഷത്തെ ഡിമാൻഡ്, പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാണ്. അപ്പോൾ ഡിമാൻഡ് എന്താണ്, പ്രെഡിക്റ്റ് ചെയ്യുന്ന വാരിയബിളാണ്, അതായത് ഡിപ്പെൻഡൻ്റ് ആണ്. ഒറ്റ ഡിമാൻഡ് എന്ന് പറയുന്ന സംഭവം എന്താണ്, ഒറ്റ സിംഗിളാണ്, അത് ഡിപ്പെൻഡൻറ്റ് വാരിയബിളും. ദെൻ പ്രൈസ്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ഇനി എക്സെട്ര ആയിട്ട് ബാക്കി എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എന്താണ്, ഇൻഡിപെൻഡൻറ്റ് വാരിയബിളാണ്. അതിൽ നിന്നും എന്ത് ചെയ്യാണ്, ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യാണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വാരിയബിളും ഒരു ഡിപ്പെൻഡൻറ്റ് വാരിയബിളും ഉള്ളതാണെന്ത്, മൾട്ടിപ്പിൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കാറ്റഗറി കഴിഞ്ഞു, സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ. നെക്സ്റ്റ് ഇസ് ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിഗ്രഷൻ. മറ്റൊരു റിഗ്രഷനാണ് ലീനിയറും നോൺ ലീനിയർ റിഗ്രഷനും. നോക്കാം എന്താണ്. If all the value of both the given two variables are plotted on a graph, we will get the curve of regression, okay, which can be formed to a straight line. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് XY എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 2 വാരിയബിൾസ് തന്നു എന്ന് വിചാരിക്കുക. ഇതിൽ കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്. ഇത് നമ്മളൊരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് കേർവ് ഷേപ്പിലാണ് നമുക്ക് എന്ത് ചെയ്യുക, റിഗ്രഷൻ കിട്ടുന്നത്. അതാണ് കേർവ് ഓഫ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്ലോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമുക്കൊരു കേർവ് കിട്ടും. അതിനെ നമ്മൾ കേർവ് ഓഫ് റിഗ്രഷൻ എന്ന് പറയും. അപ്പം ഇങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് നമുക്ക് എന്താണ് കിട്ടുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്താണ് പറയുക, ലീനിയർ റിഗ്രഷൻ എന്നാണ് പറയുക. ദ ടേം ആസ് ലീനിയർ ഇഫ് ദ സച്ച് കേർവ് ഓഫ് റിഗ്രഷൻ ഇസ് ഫോംഡ് ആസ് എ സ്ട്രെയിറ്റ്. ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനെ ലീനിയർ റിഗ്രഷൻ എന്നും, ഇനി അഥവാ ഇങ്ങനെ പ്ലോട്ട് ചെയ്തിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈന് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക, അതിനെ നമ്മൾ നോൺ ലീനിയർ റിഗ്രഷൻ എന്നുമാണ് പറയുക. അപ്പോൾ 2 തരത്തിലാണ് എന്താണ്, ലീനിയർ റിഗ്രഷനും നോൺ ലീനിയർ റിഗ്രഷനും. സെക്കൻഡ് കാറ്റഗറി കഴിഞ്ഞു. ദെൻ തേർഡ് ഇസ് ടോട്ടൽ ആൻഡ് പാർഷ്യൽ റിഗ്രഷൻ. ടോട്ടൽ റിഗ്രഷനും പാർഷ്യൽ റിഗ്രഷനും. ഇനി ടോട്ടൽ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ, in total regression analysis all the influencing independent variables are considered while for estimating the value of dependent variable. എന്താണ് ടോട്ടൽ റിഗ്രഷനിൽ മൊത്തം ഏതൊക്കെ ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സംഭവം പ്രെഡിക്റ്റ് ചെയ്യാൻ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കി അതിനെ മൊത്തമായിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും, ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യും. ഫോർ എക്സാമ്പിളായിട്ട് ഡിമാൻഡാണ് നമുക്ക് എസ്റ്റിമേറ്റ് വേണ്ടിയെങ്കിൽ ഡിമാൻഡുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾസ് ഉണ്ടോ
അതിനെ മൊത്തമായി എടുത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഡിമാൻഡ് എസ്റ്റിമേറ്റ് ചെയ്യുക. അതിനെ നമ്മൾ ടോട്ടൽ റിഗ്രഷൻ എന്ന് പറയും. ദെൻ പാർഷ്യൽ റിഗ്രഷനിൽ എന്താണ്, 1 or 2 relevant variables are in partial regression 1 or 2 relevant variables not considered. എന്താണ്, ഓൺലി 1 മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. എന്താണ്, കൂടുതലായിട്ട് വാരിയബിൾസിന് എന്ത് ചെയ്യില്ല, പാർഷ്യൽ റിഗ്രഷനിൽ എന്ത് ചെയ്യുന്നില്ല, കൺസിഡർ ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 3 തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, റിഗ്രഷൻസ്. 3 അല്ല സംഭവം, ഓരോന്ന് നോക്കുകയാണെങ്കിൽ സിമ്പിൾ റിഗ്രഷൻ ഒന്നാണ്, മൾട്ടിപ്പിൾ റിഗ്രഷൻ ഒന്ന്, ദെൻ ലീനിയർ ആൻഡ് നോൺ ലീനിയർ മറ്റ് 2 ദെൻ ടോട്ടൽ റിഗ്രഷനും പാർഷ്യൽ റിഗ്രഷനും. ഇങ്ങനെ ഏകദേശം 6 റിഗ്രഷൻ ടൈപ്സ് ആണ് നമുക്ക് ഉള്ളത്. ഓക്കെ, ഇതിനെ മൊത്തമായി ഒരു ബേസിൽ കാറ്റഗറൈസ് ചെയ്തതാണ് ഈ 3 സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ടൈപ്സ് ഓഫ് റിഗ്രഷൻസ് ആണ് നമുക്ക് ഉള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഓക്കെ, റിഗ്രഷനും കോറിലേഷൻ എന്താ നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ദെൻ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന റിഗ്രഷനും തമ്മിലുള്ള എന്താണ് ഡിഫറൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. 8ഓളം ഡിഫറൻസ് തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് correlation is used to represent the linear relationship between the given variables. തന്നിരിക്കുന്ന വാരിയബിൾസിൻ്റെ ലീനിയർ റിലേഷൻഷിപ്പ് ആണെന്ത്, കോറിലേഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. Then regression is used to fit the best line and estimate one variable based on the other. പക്ഷേ ഇവിടെ എന്താണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വാരിയബിൾ ആണ് ഇവരെന്ത് ചെയ്യുന്നത്, എസ്റ്റിമേറ്റ് ചെയ്യുന്നത് റിഗ്രഷനിൽ. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, coefficient of correlation indicates the direction and extent to which the two variable moves. 2 വാരിയബിൾസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് പോകുന്നത്, അതാണ് കോയിഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനിൽ നോക്കുന്നത്. ദെൻ കോയിഫിഷ്യൻ്റ് ഓഫ് റിഗ്രഷൻ ഇൻഡിക്കേറ്റ് ഇമ്പാക്റ്റ് ഓഫ് സച്ച് ചേഞ്ച്. ഓക്കെ, എന്താണ് ചേഞ്ചിന് കാരണം എന്നുള്ളതാണ് നോക്കുന്നത്. ദാറ്റ് ഈസ് ദ എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ ഓൺ ദി ബേസ് ഓഫ് അതർ. അതായത് മറ്റുള്ള വാരിയബിൾസിൻ്റെ ബേസിൽ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ച് എന്താണെന്നാണ് റിഗ്രഷനിൽ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ദെൻ തേർഡ്, ദർ വിൽ ബി എനി ചേഞ്ച് ഇൻ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ even if dependent and independent variables are interchanges. ഓക്കെ, എന്തെങ്കിലും ആറിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വാരിയബിളും ഇൻഡിപെൻഡൻറ്റ് വാരിയബിളും എന്ത് ചെയ്യും, ഇൻ്റർചേഞ്ച് ചെയ്യും. ദെൻ വാല്യൂ ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഓൺ വൈ ആൻഡ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ ഓൺ എക്സ് ആർ ഡിഫറെൻറ്റ്. അതായത് നമുക്ക് റിഗ്രഷനിൽ പഠിക്കാനുണ്ട്, എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും കാണാനുണ്ട്, അത് നമ്മൾ പഠിക്കും. അപ്പോൾ ഇത് എക്സ് ഓൺ വൈ എന്ന് പറഞ്ഞാലും വൈ ഓൺ എക്സ് എന്ന് പറയുന്നതും ഡിഫറെൻറ്റ് തന്നെയാണ്. ഇപ്പോൾ എക്സ് ഓൺ വൈയുടെ വാല്യൂ 5 ആണെങ്കിൽ വൈ ഓൺ എക്സിൻ്റെ വാല്യൂ 5 ആണോന്നില്ല, അത് ഡിഫറെൻറ്റ് തന്നെ ആയിരിക്കും. ഓക്കെ, ദെൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ ഇസ് നോട്ട് എ പ്രീ റിക്വസ്റ്റ് ഓഫ് കാൽക്കുലേറ്റിംഗ് കോറിലേഷൻ. കോറിലേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വാരിയബിളും ഡിപ്പെൻഡൻറ്റ് വാരിയബിളും ഐഡൻറ്റിഫൈ ചെയ്യണമെന്ന് ഇല്ല. റിഗ്രഷൻ ഇക്വേഷനിൽ വൈ ഓൺ എക്സ് ഇംപ്ലൈസ് ദാറ്റ് വൈ ഈസ് ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ വൈൽ എക്സ് ഈസ് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ. അതായത് റിഗ്രഷൻ ഇക്വേഷൻ വൈ ഓൺ എക്സും എക്സ് ഓൺ വൈ ഒക്കെ ഉണ്ട്. ഇപ്പം വൈ ഓൺ എക്സ് എന്ന് പറഞ്ഞ ഈ ഇക്വേഷനിൽ വൈ ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, അത് ഇൻഡിപെൻഡൻറ്റ് വാരിയബിൾ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ വൈ ഓൺ എക്സിൻ്റെ കേസ്, എക്സ് ഓൺ വൈൻ്റെ കേസിലാണെങ്കിൽ എക്സ് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ വൈ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ കോറിലേഷൻ ഷോ ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ആൻഡ് നോട്ട് ദ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി വാരിയബിൾസ്. കോറിലേഷൻ എന്താണ്, എത്രത്തോളം റിലേറ്റഡ് ആണെന്ന് മാത്രമാണ് നോക്കുന്നത്, അതിൻ്റെ കോസും ഇഫക്റ്റും, ആ റിലേഷൻഷിപ്പിൻ്റെ കോസും ഇഫക്റ്റും അതെന്ത് ചെയ്യുന്നില്ല, നോക്കുന്നില്ല. ബട്ട് റിഗ്രഷനിൽ ഇറ്റ് ഇൻഡിക്കേറ്റ് ദ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വാരിയബിൾസ് ആൻഡ് ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ്. പക്ഷേ ഇവരെന്താണ്, എത്രത്തോളം റിലേഷൻ ഉണ്ട്, അതിൻ്റെ കോസ് ആൻഡ് ഇഫക്റ്റ് എന്താണെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, റിഗ്രഷനിൽ നോക്കുന്നുണ്ട്. അതേപോലെ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് കൂടി എന്ത് ചെയ്യുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. ദെൻ കോറിലേഷൻ ഇസ് കൺഫൈൻഡ് ടു ഓൺലി ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വാരിയബിൾസ് ആൻഡ് ഹെൻസ് ഇറ്റ് ഹാസ് ഓൺലി ലിമിറ്റഡ് ആപ്ലിക്കേഷൻ. ഇതെന്താണ്, ഓൺലി ലീനിയർ റിലേഷൻഷിപ്പാണ് എന്ത് ചെയ്യുന്നത്,
കൺഫൈൻഡ്, അതിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ലിമിറ്റഡ് സ്കോപ്പ് മാത്രമേ ഉള്ളൂ, ലിമിറ്റഡ് ഉള്ളൂ കോറിലേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ റിഗ്രഷൻ സ്റ്റഡി ബോത്ത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന് വൈഡർ അപ്ലിക്കേഷൻ ആണ്, കൂടുതൽ ഏരിയാസിലേക്ക് ഇതിന് സ്കോപ്പ് കൂടുതലാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിന് ലിമിറ്റഡ് സ്കോപ്പുമാണ്, ഇതിന് വൈഡർ സ്കോപ്പുമാണ്. ദെൻ 7th, കോറിലേഷൻ ഈസ് നോട്ട് മച്ച് യൂസ്ഫുൾ ഫോർ ഫർദർ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്. അതായത് കോറിലേഷൻ എന്ത് ചെയ്യാൻ കഴിയില്ല, മറ്റുള്ള മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്സ്, മാത്തമാറ്റിക്സിൽ എന്ത് ചെയ്യില്ല, കൂടുതലായിട്ടും യൂസ്ഫുൾ അല്ല. പക്ഷേ എന്താണ്, റിഗ്രഷൻ അങ്ങനെയല്ല, ഇനിയുള്ള വരുന്ന മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെൻറ്റ്സിലൊക്കെ കൂടുതലായി യൂസ് ചെയ്യുന്ന ഒന്നാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, there may be a superior correlation between two variables. രണ്ട് വാരിയബിൾസ് തമ്മിൽ എന്താണ് സുപ്പീരിയർ കോറിലേഷൻ ഉണ്ടാവാം. പക്ഷേ റിഗ്രഷനിൽ എന്താണ്, ദർ ഈസ് നോ സുപ്പീരിയേഴ്സ് ഉണ്ടാവില്ല റിഗ്രഷനിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോറിലേഷനും റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കേട്ടോ ഇത്, ഡിഫറൻസ് ബിറ്റ്വീൻ റിഗ്രഷൻ ആൻഡ് കോറിലേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കിയത് എന്താണ്, ഫസ്റ്റ് റിഗ്രഷൻ എന്താണെന്നാണ് നോക്കിയത്. എന്താണ്, അറിയാവുന്ന ഒരു വാല്യൂന്ന് അറിയാത്തൊരു വാല്യൂ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. ഓക്കെ, അതായത് ഇൻഡിപെൻഡൻറ്റ് വാല്യൂസിൽ നിന്നും ഡിപ്പെൻഡൻറ്റ് വാല്യൂസിനെ പ്രെഡിക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നമ്മളതിൻ്റെ ടൈപ്സ് നോക്കി, സിമ്പിൾ, മൾട്ടിപ്പിൾ, ദെൻ ലീനിയർ, നോൺ ലീനിയർ, ദെൻ ടോട്ടൽ ആൻഡ് പാർഷ്യൽ, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ദി റിഗ്രഷൻ ആൻഡ് കോറിലേഷൻ. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് കേൾക്കുക. താങ്ക് യു.